വാട്ടർ ഗേറ്റിന് സമാനമായ സാഹചര്യം ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം, ആ ഇലക്ട്രൽ ബോണ്ട് ഏതൊക്കെ പാർട്ടികൾ എത്രയൊക്കെ രൂപ, ആരൊക്കെ, ഏതൊക്കെ വ്യക്തികൾ, കമ്പനികൾ എത്രയൊക്കെ രൂപ ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന ചെയ്തു എന്നതിൻ്റെ വിവരങ്ങൾ മാർച്ച് 7-നകം SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിക്ക് കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മാർച്ച് 13-നകം അത് പബ്ലിഷ് ചെയ്യണം, ജനങ്ങൾക്ക് മുമ്പാകെ വെക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതിയാണ് പറഞ്ഞത്. ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെ സമയത്താണ് ഇത് നടക്കുന്നത്. SBI ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾക്ക് ജൂൺ 30 വരെ സമയം വേണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളുടെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ, ഇപ്പം നിങ്ങളൊക്കെ സ്റ്റുഡൻസാണ്, നിങ്ങൾക്കും അക്കൗണ്ട് ഉണ്ടാവുമായിരിക്കും. നമ്മളുടെ അക്കൗണ്ടിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കഴിഞ്ഞ 10 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ ക്ലിക്ക് കിട്ടും. നമുക്ക് ഒരൊറ്റ ക്ലിക്ക് മതി. ഇത് SBI എന്ന ബാങ്കിന് ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്പൈൽ ചെയ്യാൻ 30 മിനിറ്റ്സ് പോലും വേണ്ട, വളരെ കുറച്ച് സമയം മതി. എന്നിട്ടും അവർ സുപ്രീം കോടതിയോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ ജൂൺ 30 വരെ സമയം വേണമെന്നാണ്. എന്താണ് ജൂൺ 30 വരെ? ഇലക്ഷൻ കഴിയും, അതുവരെ സമയം വേണമെന്നാണ്. ഇത് എന്തെങ്കിലും തരത്തിലൂടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇത് നിരന്തരം ഫോളോ അപ്പ് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയം പുറത്തു കൊണ്ടുവന്ന ഒരു കൂട്ടം നവമാധ്യമങ്ങൾ നിരന്തരം ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ ന്യൂസ് ലോണ്ടറിയും ന്യൂസ് മിനിറ്റും ചേർന്ന് ഈ സംഭാവന കൊടുത്ത 30 കമ്പനികളുടെ പേര് വിവരങ്ങൾ പുറത്തു വിട്ടിരുന്നു. നമ്മളിൽ എത്ര പേരത് വായിച്ചു? നമ്മളിൽ എത്ര പേർക്കത് അറിയാം? ഇത് ഇവിടെ ജനങ്ങൾ, ഇവിടുത്തെ ആളുകൾ, എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു ചർച്ചയാക്കുന്നുണ്ട്? ഇത് ഒരു പ്രധാന വിഷയമാണോ നമുക്ക്? എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല? ഇപ്പോൾ നേരത്തെ രാജഗോപാൽ പറഞ്ഞ അതേ കാര്യം, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പുലിറ്റ്സർ എന്ന് പറയുന്ന, പുലിറ്റ്സർ പ്രൈസൊക്കെ സ്ഥാപിച്ച പുലിറ്റ്സർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള പത്രപ്രവർത്തകൻ, അദ്ദേഹം പറഞ്ഞ ഒരു എനിക്ക് കൃത്യം വാചകം ഓർമ്മയില്ല, മൈ സ്റ്റേറ്റ് വിൽ റൈസ് ആൻഡ് ഫോൾ അലോങ് വിത്ത് മൈ പ്രസ് എന്നാണ്. കൃത്യം വാചകം ഇതാണോന്ന് ഓർമ്മയില്ല. അതായത് എൻ്റെ ഭരണകൂടത്തിൻ്റെ ഉയർച്ചയും വീഴ്ചയും അതെൻ്റെ നാട്ടിലെ പ്രസ്സിനോടൊപ്പം തന്നെയാണ്. അതായത് പ്രസ് ഉണ്ടെങ്കിൽ ജനാധിപത്യപരമായൊരു ഭരണകൂടമുണ്ട്, പ്രസ് ഇല്ലെങ്കിൽ, മാധ്യമങ്ങളില്ലെങ്കിൽ ജനാധിപത്യപരമായൊരു ഭരണകൂടം ഇല്ല എന്ന് എത്രയോ കാലം മുമ്പേ പുലിറ്റ്സറിനെ പോലുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ആരും അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല. നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ദുർബലമാണെങ്കിലും ഉണ്ടാകുന്ന ചെറുത്തുനിൽപ്പുകളെ, ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള നവമാധ്യമങ്ങൾ, ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന നവമാധ്യമങ്ങൾക്ക് നമ്മൾ എന്ത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ന്യൂസ് ലോണ്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മാധ്യമങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ ഒരു വർഷം 600 രൂപ 700 രൂപയൊക്കെ ആയിരിക്കും സബ്സ്ക്രിപ്ഷൻ. വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാമെന്ന് നമ്മളിൽ എത്ര പേര് വിചാരിക്കുന്നുണ്ട്? അതായത് അങ്ങനെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്താനായി വലിയ റിസ്ക് എടുത്ത് വലിയ തോതിൽ ഈ പറയുന്ന മാധ്യമങ്ങളുടെ എല്ലാം എഡിറ്റർമാർക്കെതിരെ കേസുണ്ട് കേട്ടോ. അതും നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ വയറിൻ്റെ MK വേണു, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് വരദരാജൻ, ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ ധന്യ രാജേന്ദ്രൻ, പിന്നെ മുഹമ്മദ് സുബൈർ, ഇവരൊക്കെ എന്താ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത്രയും റിസ്ക് എടുത്ത് ഈ തരത്തിലുള്ള മാധ്യമങ്ങൾ ഇത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണു എന്നുള്ളൊരു ചോദ്യം ഇപ്പുറത്തുണ്ട്. നമ്മൾ ഏത് തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? കേരളത്തിലെ ആളുകളുടെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കയ്യും കെട്ടിയിരുന്ന് മാധ്യമ വിമർശനം നടത്തുന്ന ആളുകളാണ്. രാവിലെ എണീക്കുന്നു, മീഡിയക്കെതിരെ 2 പോസ്റ്റ് ഇടുന്നു, ഹാപ്പിയായി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇതൊക്കെ ശരിയാക്കാൻ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഇത് ഒരു ചെറിയതാണെങ്കിൽ പോലുള്ളൊരു ഇടപെടൽ നടത്താൻ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഞാനെന്ത് ചെയ്യണം? മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കലും മാത്രമാണോ എൻ്റെ പണി? ഇന്ത്യൻ ജനാധിപത്യത്തിലേക്കുള്ള എൻ്റെ സംഭാവന അതാണോ? അത് ചെയ്താൽ ഇന്ത്യയിലെ ജനാധിപത്യം ശരിയാവോ? ഈ ചോദ്യം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങൾ വിമർശനം അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ, ഇപ്പോൾ നേരത്തെ രാജഗോപാൽ പറഞ്ഞ പോലെ എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഒറ്റ ഉദാഹരണം എടുത്താൽ, ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധി വന്ന ദിവസം, സുപ്രീം കോടതി വിധി വന്ന ദിവസം, ഇവിടുത്തെ 3 പ്രമുഖ ചാനലുകൾ, എനിക്ക് പേര് പറയാൻ മടിയൊന്നുമില്ല, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, 3 ചാനലുകൾ ചർച്ചയ്ക്കെടുത്ത വിഷയം
8 വർഷത്തിന് ശേഷം സപ്ലൈകോ വില കൂട്ടി എന്നുള്ളതായിരുന്നു. അതിൽ സത്യത്തിലൊരു വാർത്തയുണ്ട്, 8 വർഷമായിട്ട് വില പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി അതിലുണ്ട്. 8 വർഷത്തിനുള്ളിൽ എന്തിനാണ് വില കൂടാത്തത് ഈ നാട്ടിൽ എന്നുള്ളൊരു ചോദ്യം അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ 8 വർഷത്തോളം വിപണിയിൽ വില പിടിച്ചു നിർത്തിയ സപ്ലൈകോക്ക് 8 വർഷത്തിന് ശേഷം വില കൂട്ടേണ്ടി വന്നു എന്നുള്ളതാണ് അന്നത്തെ ദിവസം അവർ ചർച്ചയ്ക്ക് എടുത്തത്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയമൊക്കെ തന്നെയാണത്, ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധി വന്ന ദിവസത്തെ ചർച്ചയായിരുന്നു അത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നേരത്തെ രാജഗോപാൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്രോ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണോ എന്ന് ഇവിടുത്തെ ഒരു മാധ്യമത്തോട് ചോദിച്ചാൽ, അത് ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ ആവണമെന്നൊന്നുമില്ല, നമ്മളുടെ പല മുഖ്യധാര മലയാള മാധ്യമങ്ങളോടും ചോദിച്ചാൽ അവരുടെയും ഉത്തരം ഞങ്ങൾ പ്രോ എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ല, ഞങ്ങൾ തന്നെയാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ളത് തന്നെയായിരിക്കും. വി ആർ വെരി മച്ച് പാർട്ട് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇപ്പോൾ അതാണൊരു സാഹചര്യം. അതായത് മുഖ്യധാര മാധ്യമങ്ങൾ സ്റ്റേറ്റിൻ്റെ ഒരു കൈയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാധ്യമ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ ചെയ്യേണ്ടുന്നൊരു കാര്യം ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ പ്രവർത്തിക്കുകയും, നേരത്തെ രാജഗോപാൽ പറഞ്ഞ വളരെ റെലവൻ്റായ ഒരു കാര്യമാണ്, പൈസ കിടക്കുന്നത് മുഴുവൻ അവിടെയാണ്, ഈ പറയുന്ന ഈ സോക്കോൾഡ് മെയിൻ സ്ട്രീം മീഡിയയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാഗരിക ഘോഷ് രാജ്യസഭാ മെമ്പറായപ്പോൾ സ്വത്ത് വിവരങ്ങൾ, സാഗരിക ഘോഷിൻ്റെയും രാജ്ദീപിൻ്റെയും സ്വത്ത് വിവരങ്ങൾ കൊടുത്തപ്പോൾ രാജഗോപാൽ അത് കണ്ടിരുന്നോ? 45 കോടിയാണ് ആനുവൽ റവന്യൂ. 45 കോടി. നമ്മൾ 2 ജന്മം ജീവിച്ച് ജോലി ചെയ്താൽ കിട്ടാത്ത മണിയാണത്. അത് അത്രയും പൈസ, അത്രയധികം വമ്പിച്ച തോതിൽ ധനം കുമിഞ്ഞുകൂടുകയാണ് ഈ പറയുന്ന കോർപ്പറേറ്റ് മീഡിയയിൽ. ഇന്ത്യൻ മാധ്യമ മേഖല വലിയ തോതിൽ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുകയും ചെയ്തു എന്നതും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു ഇന്ത്യയിലിപ്പം മാധ്യമ വൈവിധ്യം എന്ന് പറയുന്നത് വമ്പിച്ച തോതിലാണ്. അതായത് ഒരു 2018 ഒരു കണക്കനുസരിച്ച് തന്നെ ഇന്ത്യയിൽ രജിസ്റ്റേർഡായ പത്രങ്ങളുടെ എണ്ണം ഏതാണ്ട് 3 ലക്ഷമാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 880 സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുണ്ട്. അതിൽ 440 ചാനലുകൾ ന്യൂസ് ചാനലുകൾ മാത്രമാണ്. പക്ഷേ ഇത്രയും വൈവിധ്യമുള്ള, ഇത്രയും മാധ്യമ സാന്ദ്രതയുള്ള ഇന്ത്യയിൽ ഇതെല്ലാം കൂടെ കൈയാളുന്നത് 5 or 6 കോർപ്പറേറ്റുകൾ ചേർന്നാണ്. അതിൽ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ, റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് 48 ചാനലുണ്ട് ഇന്ത്യയിലെ പല ഭാഷകളിലായിട്ട്. ഇത്രയും ചാനലുണ്ടെന്ന് മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ വീട്ടിലേക്ക് ചാനൽ എത്തിക്കുന്ന കേബിൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, അതിലും ഇവർക്ക് മൊണോപ്പൊളി ഉണ്ട്. ഇനി കേബിൾ വഴി കാണണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഡാറ്റയിലൂടെ കാണാമെന്ന് വെച്ചാൽ ആ ഡാറ്റ ആരുടെ കയ്യിലാണ്? ജിയോ. അതും ഇതേ മുതലാളിയുടെ കയ്യിലാണ്. അപ്പം സമ്പൂർണ്ണമായിട്ടുള്ള കോർപ്പറേറ്റ് വൽക്കരണവും, നമ്മളതിനെ ഒളിഗാർക്കി എന്ന് തന്നെ പറയണം. ഇന്ത്യയിൽ വലിയ തോതിൽ ഇപ്പോൾ ഒളിഗാർക്കിയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രീ വെഡിങ് കണ്ടതാണ് നമ്മൾ, ഒരു പ്രീ വെഡിങ്ങിന് ഇന്ത്യ മുഴുവൻ, ഇത് ശരിക്കും അംബാനിയുടെ വീട്ടിൽ നടന്ന പ്രീ വെഡിങ് ഇന്ത്യ എന്താണ് ഇപ്പോഴത്തെ ഇന്ത്യ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പിക്ചറാണ്. അപ്പം അത് നമ്മൾ കണ്ടു, അതിൻ്റെ ഒരു എക്സ്പ്രഷൻ, ഒരു റിച്ച്നെസ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടു. ഇത് ഈ ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ തന്നെ നിൽക്കുകയും അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുകയും നമ്മുടെ സ്കിൽസ്, ഇപ്പോൾ രാജഗോപാൽ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട്, ചുമരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചിത്രം എഴുതാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ചുമരുള്ളിടത്ത് നിന്ന് ചിത്രം എഴുതി പഠിച്ച് പരിശീലിച്ച് നമുക്ക് ഏത് തരത്തിൽ എന്താ പറയുക, ഈ ജേർണലിസത്തിൻ്റെ എത്തിക്സിനോട് പ്രിൻസിപ്പിൾസിനോടൊക്കെ നീതി പുലർത്തുന്ന ആളുകളായിരിക്കാൻ പറ്റുമെന്നുള്ളത് നിരന്തരം അവരവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിനകത്ത് 100% വേറൊരാൾക്ക്, പുറത്തു നിന്നൊരാൾക്ക് നിങ്ങളിതാണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന പോലെ ആവാൻ പറ്റുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയേറെ സങ്കീർണമാണ് ഇന്ന് ഇന്ത്യയിലെ മാധ്യമരംഗം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്.